അതെ ഞാൻ അടുത്ത പീരീഡ് ക്ലാസ് കയറാൻ പോവാ. അപ്പൊ ഫോൺ ഉണ്ടാവില്ല. ലോറി വിളിക്കേണ്ടി വരും അല്ലേ? എന്തിന്? അല്ല കഴിഞ്ഞ പ്രാവശ്യം കാറാണല്ലോ വിളിച്ചേ. അല്ല കഴിഞ്ഞ പ്രാവശ്യം കാറാ വിളിച്ചേ. എന്തായി പറയണേ? ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടോണ്ടേ? ബർത്ത്ഡേ ഗിഫ്റ്റോ? ആ ബർത്ത്ഡേ ഗിഫ്റ്റ്. ആ പിള്ളേരൊക്കെ വമ്പം പ്ലാനിങ് നിങ്ങൾക്ക് ഗിഫ്റ്റ് തരാൻ. എവിടെ പ്ലാൻ ചെയ്യും? അവിടെ. ഇവിടെയോ? ആ അയ്യേ പോയി നോക്കാം അങ്ങോട്ടേക്ക്. ഞാനെന്തിനാ പോയി നോക്കണേ? എനിക്കതിനോടൊന്നും താല്പര്യമില്ല. കൊള്ളാട്ടോ ടീച്ചറെ. ഒന്ന് പോവും പക്ഷേ എവിടെ നിന്ന്. പിന്നെ ഞാൻ മേടിക്കാൻ പോവാ. എടാ ജസ്റ്റിൻ മൊബൈലാ കൊടുക്കണേ, പിന്നെ ജസ്റ്റിൻ എന്താ മറ്റേ വാച്ച്, പിന്നെ രാഹുല് ബാഗ്. നീ എന്താ കൊടുക്കണേ? ഞാൻ ഹെഡ്സെറ്റ് എടുക്കണേ. എടാ ഹെഡ്സെറ്റാ? അത് ഞാൻ വാങ്ങാന്ന് വിചാരിച്ചായിരുന്നു. എടാ മമ്മി ഓർഡർ ചെയ്തു. ഞാനാണ് ഹെഡ്സെറ്റ് വാങ്ങാന്ന് വിചാരിച്ചത്. എടാ അത് അമ്മ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. ഞാനിപ്പോ എന്ത് വാങ്ങും? എന്നാ നീ പെർഫ്യൂം വാങ്ങിക്കൊടുക്കും. ആ അത് മന്റെ ഒരു ടീച്ചർക്ക് ഭയങ്കര ഇഷ്ടല്ലേ. എന്നാ ഞാൻ അത് വാങ്ങാം. നീ എന്താ വാങ്ങണേ? പറടാ. നിങ്ങളെല്ലാം വാങ്ങിക്കുന്ന ഉറപ്പാണോ? ആ ഉറപ്പാണ്. ഞാൻ ഉറപ്പിച്ചു. ഇതെല്ലാവരും പൈസ തരും. അമ്മ പിന്നെ ടീച്ചർക്ക് എന്ത് വാങ്ങാണെങ്കിലും പൈസ തരും. എനിക്ക് തരും. പിന്നെ ടീച്ചർക്ക് നമ്മൾ ഓരോന്ന് വാങ്ങിക്കൊടുത്താലും നമുക്ക് ഒരു സ്പെഷ്യൽ ഇഷ്ടം ടീച്ചറിന്റെ വക ഉണ്ടാവും. നമ്മളെ മൈൻഡ് ചെയ്യും, അങ്ങനെ ഇതൊക്കെ ഉണ്ട്. പിന്നെ എല്ലാരും പ്രസന്റ് കൊടുക്കുമ്പോ നീ മാത്രം കൊടുക്കാതിരുന്ന അത് മോശമല്ലടാ. ഭയങ്കര മോശമായിരിക്കും. വാങ്ങിക്കണം നിർബന്ധമുണ്ടോ? നിർബന്ധമുണ്ട്. ആടാ നീ നോക്ക്. ഒന്നുമില്ല പക്ഷേ. ആ ഉണ്ട്. എന്താ വൈകിയേ? വേഗം പോയി യൂണിഫോം മാറ്റിക്കോ. അമ്മ ചോറെടുക്ക. ഇല്ല. എന്താണ്? ഞാൻ ഒരാഗ്രഹം പറഞ്ഞ അമ്മ സഹായിച്ചു തരുമോ? പറ. അമ്മ സഹായിച്ചു തരുമെന്ന് പറ ആദ്യം. എന്താടാ പൈസയിലുള്ള പണിയാണോ? ചെറുതായിട്ടെല്ലാം പൈസ പോകും. ഞങ്ങൾക്കൊരാൾക്ക് പട്ട് സാരി വാങ്ങിച്ചു കൊടുക്കണം. പട്ട് സാരിയോ? ആ. ആർക്കാടാ? മണ്ടോ ഒരു ടീച്ചർക്ക്. ടീച്ചർക്കാ? ടീച്ചർക്ക് എന്തിനാ പട്ട് സാരി? ടീച്ചറിന്റെ പിറന്നാളാ. ടീച്ചറിന്റെ പിറന്നാളിന് പട്ട് സാരി തന്നെ കൊടുക്കണേ? എല്ലാരും വേറെ വേറെ ഗിഫ്റ്റ് വാങ്ങിക്കുന്നത്. ആ അജ്മലെല്ലാം ബാഗും സാരിയും പിന്നെ വൈഷ്ണവ് മറ്റേ കുത്തി കളിക്കുന്ന വാച്ചിൽ ഇങ്ങനെ തോണ്ടുന്ന. പട്ട് സാരിയൊക്കെ വാങ്ങിയ 10,500 രൂപയെങ്കിലും ആവില്ലേ? നമ്മുടെ കയ്യിൽ എവിടെ നിന്ന് ആ പൈസയൊക്കെ? നിങ്ങൾ പറഞ്ഞേ. മോനെ അമ്മ നല്ലൊരു ഗിഫ്റ്റ് പറഞ്ഞുതരാം. സ്നേഹത്തോടെ എന്ത് കൊടുത്താലും അത് നല്ല സമ്മാനാന്നാ. മോനെ അമ്മ നല്ല കിണ്ണത്തപ്പം ഉണ്ടാക്കി തരാം. എനിക്ക് രണ്ടാമത്തെ ഇരട്ട പേര് വരാം. എല്ലാ തന്നെ അച്ഛൻ്റെ ഇരട്ട പേരാ എനിക്ക് വിളിക്കുന്നത്. കിണ്ണത്തപ്പം നല്ലാടാ. എന്താടാ അണലിന്ന് പറയണ അത്ര മോശം പേരാണ്? അണലി എന്നുള്ള പേരെന്താന്ന് വെച്ചാൽ അണലി മന്മഥൻ്റെ മോൻ എന്ന് നാട്ടുകാർ നിന്നെ വിളിച്ചാൽ അതിൻ്റെ ഗമ നിനക്ക് ഈ പ്രായത്തിൽ അറിഞ്ഞുകൂടാതാണോ? നീ എൻ്റെ പ്രായമാകുമ്പോഴേ നിനക്ക് അതിൻ്റെ ഒരു വില മനസ്സിലാവും. എന്താ പട്ടുസാരി വേണമെന്ന്? പട്ടുസാരി. സ്കൂളിലെ യൂണിഫോം മാറ്റിയോ? പട്ടുസാരിയായി? അതല്ല, അതെന്താ? ടീച്ചറിന്റെ പിറന്നാളാന്ന്. ടീച്ചറിന്റെ പിറന്നാളിനോ? അതിന് അവന് പട്ടുസാരി ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ടീച്ചർക്ക്. നിന്റെ തള്ള ഇന്നേവരെ ഇവിടെ ആവശ്യപ്പെട്ടിട്ടില്ല ഒരു പട്ടുസാരി വേണം. എന്റെ പഴയ ഒരു സാരി ഒന്ന് കൂടും. ടീച്ചർക്കൊക്കെ ഇങ്ങനെ പഴയ സാരിയൊക്കെ ഗിഫ്റ്റ് കൊടുക്കണേ? മനുഷ്യർ ഇവിടെ ചെറുത് അടിക്കാൻ പൈസ ഇല്ലാതെ നെട്ടോട് ഓടണം. അപ്പോഴാണ് പട്ടുസാരി വേണം. ആവശ്യമുള്ളത് അതൊന്നും പറയണടാ. പട്ടുസാരി എന്റെ ഒരു 100 രൂപ താടി. എന്റെ പൈസ ഒന്നുമില്ല. പിന്നെ എന്തിനാണ് മറ്റേ സേനയിൽ പണിക്ക് വേണത്? ഇത് ദുരിതാകർമ്മസേന. എന്താ ഹർമ്മസേന വല്ലതും ഉണ്ടോ നിന്റെ? നിങ്ങൾക്ക് ഈ വീട് എങ്ങനെ ഓടുന്നെന്ന് അറിയൂ? വീടിന്റെ ഓട്ടോ ഇച്ചിരി കൂടുതല. നീ വീടിനെ നടത്തിക്കൊണ്ടുപോയാൽ ചെലവ് കുറയും. നിങ്ങൾക്ക് കുടിക്കാതാണെന്ന് എന്റെ ഒന്നുമില്ല. അയ്യോ നീ ഒന്നും തരണം. ഞാൻ കുടിച്ച ആവശ്യത്തിന് ഇനി നിന്റെ മകളെ മാറ്. പിന്നെ നിന്റെ സാരി എന്നൊക്കെയുള്ള പരിപാടി ഉണ്ട്, അതെല്ലാം മാറ്റിച്ചോ. ഏത് ടീച്ചറാ നിന്റെ അടുത്ത് പറഞ്ഞേ സാരി വേണോന്ന്? ടീച്ചർ മണ്ടോ നീ? ഓരോ പിള്ളേർ ഓരോന്ന് കൊടുക്കുന്നുണ്ടെന്നാ പറയണേ. എന്റെ കൊച്ചു മാത്രം ഒന്നും കൊടുക്കാതിരുന്ന അവനെ പിള്ളേർ ഒറ്റപ്പെടുത്തൂലേ? ഞാൻ ഒറ്റപ്പെടുന്ന ഒരു കാര്യം ചെയ്യ്. ഞാൻ അച്ഛനെ 2 രൂപ വരും.
4 പുളിമുട്ടായി മേടിച്ച് മണ്ടൂതിനി ടീച്ചർക്ക് കൊടുക്കണം. ടീച്ചറിൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ബർത്ത്ഡേ ആണ് ഈ പുളിമുട്ടായി എന്ന് പറഞ്ഞാൽ. അച്ഛൻ്റെ കൊച്ചിലേ തിന്നതാണ് ഇപ്പോഴും ഓർമ്മ. നിങ്ങൾക്ക് അല്ലെങ്കിലും എല്ലാം തമാശ തന്നെയാണല്ലോ. തമാശ ഇനിയിപ്പോൾ കാണാൻ പോകണേ ഉള്ളൂ. ഈ പള്ളിക്കൂടത്തിൽ പോകുന്ന പിള്ളേരെ അതും ഇതും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് വീട്ടിലോട്ട് വിടുക. ഇത് സ്കൂളിൻ്റെ ഉത്തരവാദിത്തമുള്ള കുറേമാരുണ്ടല്ലോ, ഞാൻ 1-2 കണ്ടിട്ടുണ്ട്. എന്നിട്ടാണ് ബാക്കി കളി തമാശ. മനോട് വാ. കിണ്ണത്തപ്പം വേണ്ടെങ്കിൽ വേണ്ട, നല്ല സെമി പായസം വെച്ചേരട്ടെ. എനിക്കിപ്പോ പട്ട് സാരി മതി. കാണണമായിട്ടു അല്ല നമ്മളെ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിലേ ഒന്നും അറിയണ്ടല്ല. സുഖ ജീവിതം. സമയാസമയം തിന്നുക, ഇവിടെ വന്ന് കിടക്കുക, ഉറങ്ങുക. കൊള്ളാം. സുധേ, കടം ചോദിക്കണമെന്നില്ലേ? കടം ചോദിക്കണമെന്ന് പൈസ നിന്റെ കടം എന്റെ പട്ടിക്ക് പോലും വേണ്ടാ നായേ. ഈ വളരെ ഗൗരവമുള്ളൊരു കാര്യം സംസാരിക്കണം. അതിന് മുമ്പ് ഇവിടെ ഒരു കസേര ഇടണം. അതെന്ത് ചെയ്തിരിക്കാൻ? അത് നിങ്ങളെപ്പോലത്തെ ആൾക്കാർ വന്ന് ഇരിക്കുന്നതിന് മാറ്റി വെച്ചിന്. അയ്യോ, എനിക്ക് നിന്റെ കസേര ഒന്നും വേണ്ട. എനിക്ക് ഇരിക്കണമെന്ന് നിർബന്ധമല്ല. ഇരിക്കണ്ട അവിടെ. പിന്നെ നിന്റെ കസേര അവിടെ ഇരുന്നത് പൊട്ടിക്കല്ല, ഒന്ന് മാറിയിരിക്കാൻ അങ്ങോട്ട്. സുധേ, വളരെ ഗൗരവമായിട്ടൊരു വിഷയമാണ് നീ സംസാരിക്കേണ്ടത്. നീ ഒരു കാര്യം ചെയ്ത് കുറച്ചങ്ങോട്ട് നീക്കിയത്. എന്റെ അത് ആൾക്ക് ഫിറ്റ് ചെയ്ത് വെച്ചാണ്. എടാ, എനിക്കൊരു ലേശ സ്ഥലം മതി ഇവിടെ ഇരിക്കാൻ. എനിക്ക് അവിടെ നിന്ന് സംസാരിച്ചോ? എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നു ഇങ്ങനെ? മനുഷ്യൻ ഇത്രയും വെയിലും കൊണ്ടുവന്നിട്ട് ഒരു മനുഷ്യടാ ഇരിക്കാൻ പറയണ്ടാ. ഇരിക്കണ്ട. ഒരു ആതിഥ്യ മര്യാദയില്ല. എന്നിട്ട് കടം ചോദിക്കാൻ വേണ്ടിയിട്ടില്ല. സംസാരിക്കാൻ വളരെ കാര്യമായിട്ടൊരു കാര്യം അറിയാണ്ട്. എന്ത്? എടാ, ഇതൊക്കെ ഒന്ന് മാറ്റിടാ. അതെ, നീ ഇപ്പൊ ഇവിടുത്തെ പ്രസിഡന്റാണ് ഈ പഞ്ചായത്തിന്റെ. പഞ്ചായത്തിന്റെ അല്ല, PTA-ന്റെ. എടാ, പഞ്ചായത്തല്ല, പഞ്ചായത്തിലെ സ്കൂളിന്റെ അവിടുത്തെ പ്രസിഡന്റ് നീ അല്ലേ? പഞ്ചായത്തിലെ സ്കൂളിന്റെ പ്രസിഡന്റ്. അത് എന്താ അതിലും നീ ആണല്ലോ പ്രസിഡന്റ്. നീ അറിഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഈ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നേ. എന്ത് സംഭവം? ഈ സ്കൂളിലെ ശരി വേണ്ടപ്പെട്ട നീ അറിഞ്ഞിട്ടാണോ ഈ സ്കൂളിലെ നിന്റെ സ്കൂളിലെ അവിടുത്തെ ഒരു ടീച്ചർ ഉണ്ടല്ലോ, എന്താ പേര്? പാഞ്ചാലിയാ? മണ്ടോദരി. മണ്ടോദരി എന്ത് ധരിച്ചോ? മണ്ടോദരിക്ക് ധരിക്കാൻ എന്റെ മോൻ മുന്നേരെടുത്ത് സാരി വാങ്ങിച്ചോണ്ട് എല്ലാം പറഞ്ഞിരിക്കണം. അതെന്ത് ന്യായമാണ്? ആര് പറഞ്ഞു? ഞാൻ അങ്ങനെ സംഭവം അറിയില്ലല്ലോ. എന്റെ മോൻ മുന്നക്കെതിരെ ഉണ്ടായിരിക്കണ ഈ ബാലപീഡനത്തിന് എന്ത് പരിഹാരമാണ് നിങ്ങൾ കാണുന്നതെന്ന് പറ. അത് അറിഞ്ഞിട്ട് ഞാൻ പോണുള്ളൂ. ഞാനത് എല്ലാരും കൂടി സംസാരിക്കട്ടെ. എല്ലാരും കൂടി സംസാരിച്ചിട്ട് ഒരു ചർച്ച നടത്തിയിട്ട് നിങ്ങളോട് വിവരം അറിയിച്ച പോലെ. ഇത് തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെ കുഴപ്പം. എന്തേലും പറഞ്ഞാൽ ഞങ്ങൾ നോക്കട്ടെ, ആലോചിക്കട്ടെ, ചർച്ച ചെയ്യട്ടെ. സുധേ, ഞാൻ ഒരു കാര്യം പറയാം. ഒന്നുകിൽ ടീച്ചറിനെ പിരിച്ചുവിടുക, അല്ലെങ്കിൽ നീ രാജിവെക്കുക, അല്ലെങ്കിൽ സ്കൂൾ പൂട്ടിക്കുക. ഇതിലേത് ചെയ്യാൻ പറ്റുന്നുള്ളത് ചെയ്യുക. തൽക്കാലം ഇവിടെ നിന്ന് പോയി തരും നിങ്ങള്. നിനക്കിതൊന്നും ചെയ്യാൻ പറ്റൂലെങ്കിൽ സുധേ, ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞ ആളാണ് ഈ മന്മഥൻ കേട്ടാ. അത് നീ മനസ്സിലാക്കിക്കോ. വേലയൊക്കെ നീ കൈ അയച്ചാ. നീ പ്രസിഡന്റായിട്ട് അധികം നാൾ ഇരിക്കാമെന്ന് വിചാരിക്കണ്ട. അതെ സുധേ, പോയില്ലേ നീ? ഞാൻ ഇവിടെ വന്നപ്പോ നീ എന്നെ എന്തൊക്കെ പുച്ഛിച്ചല്ല. നിന്റെ നക്കപ്പിച്ച മേടിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അത് എന്നും അങ്ങനെയല്ലേ വരാറ് കടം ചോദിക്കാനായിട്ട്. എന്തായാലും നീ എന്നെ പുച്ഛിച്ച് നാറ്റിച്ച്. ഉണ്ടെങ്കിൽ 100 രൂപ. ഒരു 100 രൂപ പോയാൽ മനുഷ്യന്മാർക്കോട് പറയിപ്പിക്കാനായിട്ട്. ഒരു 50 രൂപ. 50 ഇല്ല 100. ഞാൻ ഇത് എടുത്തടിക്കും കിട പോവാണെന്ന്. അതെടുത്ത് പോലെ വഴിയിൽ. പക്ഷേ ഒരു ഓട്ടോറിക്ഷ വന്നേച്ചെങ്കിൽ കൈ കാണിച്ചിട്ട് നമുക്ക് റിട്ടേൺ ടിപ്പിന്റെ പൈസ കൊടുത്ത് പോകായിരുന്നു. ഇനിയിപ്പോ വരണ്ടേ? ഏതെങ്കിലും വരും. നമ്മൾ പഠിപ്പിച്ചിട്ട പിള്ളേരാണെ പൈസ വാങ്ങൂലേ. ശരിയാ. സത്യത്തിലെ മാഷേ, നമുക്ക് മാഷുമാർക്ക് ഉപകാരം പഠിക്കാതെ രക്ഷപ്പെടാത്ത മക്കളെ കൊണ്ടുള്ളൂ. എന്താണ്? ഇവന്മാരെ നമുക്കൊരു പറമ്പ് കിളക്കാൻ വിളിച്ചാൽ ഒന്ന് വീട്ടിൽ വരും, ബഹുമാനത്തോടെ ചെയ്യും. കിണറ്റിൻ്റെ അകത്ത് മോട്ടർ ചീത്തായെന്ന് വെച്ചോ, അവന്മാർ വന്ന് നന്നാക്കി തരും.
അല്ലാതെ പോലീസുകാരെയും ഇവരെ കൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? വിളിച്ചാവല്ല ഇവന്മാര് ഡോക്ടറൊക്കെ ആയിട്ട് അമേരിക്കയിൽ പോയിട്ട് പിന്നെ അവന്മാര് വരുമ്പോ നമ്മ ബഹുമാനിക്കാൻ നിൽക്കണം. നമുക്ക് കറിക്ക് എന്തേലും മേടിച്ചോണ്ട് പോവാം. മൊയ്തൊക്കെ കട തുറന്നിട്ടുണ്ട്. നല്ല മീനുണ്ടാവുമ്പോ പെടക്കണ മീൻ കൊണ്ടുപോവാ. മാഷേ എന്തുണ്ടോ മൊയ്തൊക്ക? എന്തൊക്കെയാണ് മാഷ അറിയൂലേ? മാഷിന്റെ ക്ലാസ്സിലെ അനീസിന്റെ വാപ്പയാണ് മൊയ്തു. അനീസിന്റെ വാപ്പയാണോ? 7ാം ക്ലാസ് വരെ ഞാനായിരുന്നു അവന്റെ ക്ലാസ് മാഷ്. ഇപ്പൊ മാഷിന്റെ ക്ലാസ്സിലാണ് 8ല്. മാഷ് വരെന്താ? എന്റെ പേര് സത്യശീലൻ. ഈ സ്കൂളിലെ മീറ്റിങ്ങിനൊന്നും വിളിക്കുമ്പോ എനിക്ക് വരാൻ പറ്റില്ല. ഇവിടെ ഈ മണത്തിനോടൊന്നും ഇപ്പൊ അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. അപ്പൊ ഓന്റെ കാര്യം നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ അത് നോക്കിക്കോളാം. മാഷ് എന്തെങ്കിലും കറക്കി കൊടുക്ക്. ഭയങ്കര പ്രതീക്ഷയിലാണ് ഞാൻ ഓനെ വളർത്തുന്നത്. ഇപ്പൊ ഓന് ഈ പൈലറ്റ് ആവാനാണ് ആഗ്രഹം. അയ്യോ, പൈലറ്റിനൊക്കെ മുകളിലാവും. അത്രയും നല്ല വൃത്തിയായിട്ടല്ലേ ഞാൻ അവനെ പഠിപ്പിച്ചു വിട്ടാണ്. അത് മതി, അത് കേട്ടാ മതി. ഒന്ന് നോക്കണം മാഷ അവനാ. പക്ഷെ എന്താ മീൻ കൊണ്ടോണേ? ചെമ്മീൻ കൊണ്ടോണോ? കരിമീനുണ്ട്. അതാ നമ്മളെ ഇതുണ്ട്. നാരങ്ങ മീൻ കൊടു സാറിന്. നാരങ്ങ മീൻ നല്ലതാണ്. അല്ലെങ്കിൽ ചെമ്മീൻ കൊണ്ടുപോയി മാസേ. ചെമ്മീൻ അടിപൊളി. ചെമ്മീൻ 550 റുപ്യ. എല്ലാം നിങ്ങൾ നോക്കണ്ട. അതൊക്കെ പറയും. എടുക്കാതെ 1 കിലോ നാരങ്ങ മീൻ. ഇത് തേങ്ങാക്കൊത്തൊക്കെ 1 കിലോ കൊണ്ടേ മാസേ. ഒന്നെടുത്തോ. ഇതെന്താ മൊയ്തൊക്കെ? പിലോപ്പിയാ. പിലോപ്പി. ഇത് അനീസിനെക്കാണെ മൂത്തതാണല്ലോ. സ്കൂളിൽ കൊണ്ടുവന്ന ആക്ക് നല്ല പ്രായമുണ്ടല്ലേ. തൂക്കം നോക്കണ്ട. ഒന്നുമില്ല വെച്ചോ. വേറെ എന്തേലും വേണം? മാഷെ പിടിച്ചോളൂ. പിന്നെ മാഷേ എന്നും സ്കൂളിട്ട് വരുമ്പോഴേ ഇവിടുന്ന് മീനും കൊണ്ടുപോയിക്കോളൂ. ഒരു കാര്യം ചെയ്യാൻ ഒരു 4 മത്തി കൂടി വറുക്കാനാ? മത്തി പടയ്ക്കണം. നല്ല മത്തിയ, നാടൻ മത്തിയാ. കിടക്കട്ടെ. 2 ഇട്ടോ. അപ്പൊ എത്ര ഇത്? എന്ത് കാണിക്കണത്? എന്താണ്? പൈസ മേടിക്കൂല. കായ് നമ്മള് മേടിക്കൂല. മൊയ്തുക്കാൻ അറിഞ്ഞൂടാണ്ടാണ് മാഷിനകത്ത് കയ്യിൽ വെച്ചേ. ഇന്ന് മാത്രമല്ല എല്ലാ ദിവസവും മേടിച്ചോണ്ട് പോയിക്കോ. പൈസ കൊടുക്കണ്ട. നിങ്ങൾ നമ്മളെ മോനെ അനീസിനെ അങ്ങോട്ട് നോക്കിയാൽ മതി. അതൊക്കെ ഞാൻ 7ാം ക്ലാസ് വരെയും പഠിപ്പിച്ചിട്ട് ഇന്ന് വരെ 10 രൂപക്ക് കറക്കി മേടിച്ചിട്ടില്ല. ഇവിടെ നിന്നല്ലേ കൊണ്ടുപോണത്. ഇനി എന്തായാലും വേണോ? സ്കൂളിട്ട് പോകുമ്പോഴേ ഇവിടുന്ന് എന്താ മീൻ വെച്ചാൽ കൊണ്ടുപോവുക. പോണ വഴി വിളിച്ചു കൊടുത്തോ. മോനെ നോക്കണതല്ലേ. എനിക്കൊരു 1/2 കിലോ കരിമീനും 1/2 കിലോ നാരങ്ങ മീനും എടുത്തോ. മറിമായത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.